നമ്മളെ നമ്മുടെ ട്രാം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും 38ാമത്തെ നിലയാണ്. ഞങ്ങൾക്ക് തിരക്കൊന്നും പറഞ്ഞാലും സീറ്റ് കിട്ടിയിരിക്കണം അല്ലേ? 2 സ്റ്റോപ്പുള്ളൂ, രണ്ടാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങണം. ഇതാണോ നമ്മുടെ സ്റ്റോപ്പ്? എൻ്റെ പൊന്നെ, നമ്മൾ നേരെ ഗ്രൗണ്ട് മുമ്പിലേക്കാണ് ഇറങ്ങിയത്. ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും നമ്മുടെ മെൽബൺ സ്ട്രീറ്റിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളിതിൻ്റെ പാർട്ട് 1 വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടോ. അങ്ങനെ നമ്മളെന്തായാലും നമ്മുടെ എയർബിഎൻബി റൂമിൻ്റെ കീ വാങ്ങിക്കാനായിട്ട് ആദ്യം ഒരു സ്ഥലത്ത് ചെന്ന് കേട്ടോ. ഇത് ഭയങ്കര രസമാണ്. കാര്യം റൂം ഇവിടെ അടുത്താന്ന് പറഞ്ഞാലും വണ്ടി പാർക്ക് ചെയ്യുന്നത് കുറച്ച് മാറിയാണ്. അതുപോലെ കീ വാങ്ങിക്കേണ്ടത് വേറൊരു സ്ഥലത്തു നിന്നാണ്. പിന്നെ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്പോട്ടിൽ പോയിട്ട് നമ്മൾ കീ കളക്ട് ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മുടെ കീ കിട്ടി കേട്ടോ. അപ്പം നമുക്കിനി നേരെ റൂമിലേക്ക് പോകാം. ഈ സ്ട്രീറ്റും ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. കാർ പാർക്ക് ചെയ്യണം, അവിടെ നിന്ന് റൂമിലേക്ക് പോകാം. ഓക്കെ, പോയി നോക്കാം. വാ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റേയുടെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ പാർക്കിംഗ് ഉള്ളത്. പക്ഷേ കുറേ അപ്പാർട്ട്മെൻറ്റുകൾക്ക് ഒരൊറ്റ പാർക്കിംഗ് ആയതുകൊണ്ട് ഈ പാർക്കിങ്ങിൽ നിന്ന് ബിൽഡിങ്ങിലേക്കുള്ള വഴികളൊക്കെ വേറെ വേറെ കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പാർക്കിംഗ് സ്പോട്ട് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം ഗൂഗിൾ മാപ്പിലൊന്നും കറക്റ്റായിട്ട് കാണിക്കുന്നില്ലായിരുന്നു. പിന്നെ നമുക്ക് കീ കിട്ടിയുടെ പാർക്കിങ്ങിലേക്കുള്ള ഒരു ആക്സസ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ സ്കാൻ ചെയ്യുക, എന്നിട്ട് നേരെ അകത്തേക്ക് പോവുക. രസമല്ല കേട്ടോ. ഇതൊക്കെ ശരിക്കും കണ്ടിട്ട് ഭയങ്കരമായ ഏതോ ഒരു അണ്ടർഗ്രൗണ്ടിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പോകുന്നൊരു ഫീലായിരുന്നു. പക്ഷേ കൊള്ളാം. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ചുറ്റിക്കറങ്ങി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും ആദ്യം നമ്മുടെ സാധനങ്ങളൊക്കെ നിറയ്ക്കാക്കാം, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ. കണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും 38ാമത്തെ നിലയാണ്. അടിപൊളി വ്യൂ ആണല്ലോ. എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് ഇവിടെ ചുറ്റിക്കറങ്ങി കാണാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടിറക്കി കേട്ടോ. നമ്മളങ്ങനെ മുറിയിലെത്തി. അപ്പം ഞങ്ങൾ നിങ്ങളെ ഇവിടെ പെട്ടെന്നൊന്ന് കാണിക്കാം. ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് ആണ്, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. കൊള്ളാം. ഞാൻ എന്തായാലും നിങ്ങളെ ഇവിടെ ഒന്ന് കാണിക്കാം. അപ്പം നമ്മൾ വരുമ്പോൾ ഇവിടെ എന്തായാലും നമ്മളെ ഇവിടെ ഒരു ബാത്റൂം, ഒരു കോമൺ ബാത്റൂം, ഇവിടെ മറ്റൊരു അതെ, അങ്ങനെ ഒരു സ്പേസ്, കുഞ്ഞു ഫ്രിഡ്ജ്. അത് കഴിഞ്ഞപ്പോഴേക്കും കിച്ചൺ സ്പേസ്, കുക്ക് ചെയ്യണമെങ്കിൽ ഓവനും കെറ്റിലും ടോസ്റ്ററും എല്ലാം ഉണ്ട്. അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഇതിനകത്ത് വാഷിംഗ് മെഷീനും ഡ്രയറും. കൊള്ളാം, അടിപൊളി. അവിടെ വാഷിംഗ് മെഷീൻ ഡ്രയറും ഉണ്ട് അല്ലേ? കുഞ്ഞൊരു ഓഫീസ് സ്പേസ് പോലെ. പിന്നെ 2 മുറികൾ. ഇതാണ് 2 റൂംസ് അല്ലേ? ഓക്കെ. ഇവിടെ ഇങ്ങനെ ഒരു റൂം, അത്യാവശ്യം അടിപൊളി റൂം, നല്ലൊരു റൂമാണ്. കുഞ്ഞു റൂമാണ്, പക്ഷെ നല്ലതാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു റൂം, ഇവിടെ ഒരു ബാൽക്കണി, ഇവിടെ ഒരു റൂം. ഒരാളുടെ ഫോൺ വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ ഒരു റൂം, അതിനൊരു നല്ല വ്യൂ ഉണ്ട്. ഇവിടെ ഒരു റൂം, ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇവിടെ അല്ലേ? കൊള്ളാം, അടിപൊളി. ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മേളിൽ നിന്നുള്ള വ്യൂ ആണല്ലേ. താഴേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് അകലേക്കൂടെ ട്രാമും വണ്ടികളൊക്കെ പോകുന്നതാണ് കേട്ടോ. നമ്മുടെ കെട്ടിടത്തിനെക്കാളും ഭയങ്കരനായ മറ്റു ചില കെട്ടിടങ്ങളും കാണാം ഇവിടെ. അതുപോലെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അത് കണ്ടോ, താഴെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ അവിടെ ഫുള്ള് നല്ല ഗ്രീനറി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. കൊള്ളാം, അടിപൊളി. ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിലേക്ക് പോയി നോക്കാം. അതാ അതാണ് ബാൽക്കണിയിൽ അപാര വ്യൂ ആണ്. ഹൈറ്റ് വെയിറ്റുള്ളവർക്ക് പറ്റിയ ബാൽക്കണി അല്ല. അതെ, റോഡ്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഫോണൊക്കെ താഴേക്ക് പോകുന്ന എനിക്കൊരു കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പോലീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണത്, ആണെന്ന് തോന്നുന്നു. എന്തല്ലേ പോലീസ്. നല്ല ഹൈറ്റാണ് കേട്ടോ. നമ്മളപ്പുറത്ത് ഈ ഒരു ബിൽഡിങ്ങാണ് കാണുന്നത്. അതിനി മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
മൊത്തത്തിൽ കൊള്ളാം അല്ലേ? നല്ല അടിപൊളിയാണ്, നല്ല വ്യൂ ആണ്. ഇത് നമുക്ക് ഇവിടെ പുറത്തേക്ക് നടണമായിട്ട് കൊള്ളാം കേട്ടോ, സൂപ്പർ അടിപൊളി. ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓർത്തു ഇവിടെ ഒരു 4th ഫ്ലോറിൽ ഒരു ഗാർഡൻ ഏരിയയും ഒരു പൂളും പിന്നെ എന്തോ ആക്ടിവിറ്റീസൊക്കെ ഉള്ള കുറേ സംഭവങ്ങളുണ്ട്. ശരിക്കും ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഓണർ അവരുടെ ആ ഒരു ഫ്ലാറ്റ് ഈ പറഞ്ഞ എയർബിഎൻബിക്ക് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയാനായിട്ട് അതിൻ്റെ ഗാർഡൻ ഏരിയയിലേക്ക് വന്നു കേട്ടോ. അതായത് ഇവിടുത്തെ ഇതിൻ്റെ 4ാമത്തെ നിലയിലാണെന്ന് തോന്നുന്നു ഗാർഡൻ ഏരിയ. കൊള്ളാം കേട്ടോ, നല്ല അടിപൊളിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഇവിടെ ഈ ഫ്ലാറ്റ് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്തെ ഒരു പാറക്കിക്കട ഇറങ്ങി നടക്കുന്ന ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ ഇവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ തട്ടിക്കൂട്ട് ഗാർഡൻ സ്പേസും ഏരിയയും ഒന്നും അല്ല കേട്ടോ, കാര്യമായ സ്പേസ് ഉണ്ട് ഇവിടെ. ഇതിപ്പോൾ 4th ഫ്ലോറാണ്, പക്ഷെ പെട്ടെന്ന് കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി നടക്കുന്ന അതേ ഒരു ഫീലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷെ അധികം ആൾക്കാരൊന്നും ഞങ്ങൾ വൈകിട്ടൂടെ കണ്ടില്ല. പക്ഷെ കുറേ വന്നിരിക്കാനും നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പ്രത്യേകത ഉണ്ടല്ലേ, അതായത് ഈ റോക്ക് ക്ലൈമ്പിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്ക് അതിന് പറ്റിയ ഫുൾ സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കുറേ ഏരിയ മൊത്തം ഇത്രയും സ്പേസിൽ ഇതിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൽ കയറാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെൽബണിലെ മാർവൽ സ്റ്റേഡിയത്തിൻ്റെ റൂഫ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ശരിക്കും സിറ്റിയിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പം നമ്മുടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അവിടെയാണ് മാർവൽ സ്റ്റേഡിയം. അതിൻ്റെ റൂഫ് ഞാനിവിടെ നോക്കിയപ്പോൾ ഇതേ കാണാം. അങ്ങനെ നമ്മൾ റൂമിലെത്തിയതേ വൈകിട്ടത്തെ ബാൽക്കണി എന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് അകലെ വരെ വെട്ടം കാണാം. മെൽബണിൻ്റെ ഒരു അങ്ങേ സൈഡ് വരെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. വൈകിട്ടത്തെ വ്യൂ പ്രത്യേകിച്ച് സൂപ്പറാണ് ഈ ബാൽക്കണി എന്നുള്ള വ്യൂ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് വൈകിട്ട് ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയേക്കാം. സാധാരണ നമ്മൾ പണ്ട് ഇവിടെ വൈകിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മളിവിടെ സ്റ്റേ ചെയ്ത് ഇങ്ങനെ നിന്നിട്ടില്ല. അപ്പം എന്തായാലും നമുക്ക് വൈകുന്നേരം ഇവിടുത്തെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സ്ട്രീറ്റും നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഏറ്റവും നല്ല 1-2 സ്ഥലങ്ങളിലേക്ക് പോകാനാണ് എന്താ പ്ലാൻ. നമുക്ക് ഇവിടുന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് കയറി പോകാം. ട്രാം പോകാം. കുഞ്ഞ് ഉറങ്ങി. ഇപ്പോൾ കുഞ്ഞിനെ മമ്മി ഞങ്ങൾ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ നേരെ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ ഉള്ളവർക്കറിയാം. ഇവിടേക്ക് ഇനി വരാൻ പോകുന്നവർക്കും ഇവിടെ ഇല്ലാത്തവർക്കും മറ്റേ സിറ്റി സെന്ററിൽ നമുക്ക് ഫ്രീ ട്രാം ആണ്. അതെ. അപ്പോൾ നമുക്ക് വെറുതെ കയറി പോയാൽ മതി. നമുക്കൊരു ആപ്പ് ഉണ്ട് PTV എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് കാണിച്ചു കൊടുക്കാം. അതിനകത്ത് നമ്മൾ സെർച്ച് ചെയ്താൽ മതി എവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. അത് പറഞ്ഞു തരും നമുക്ക് എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, നടക്കണോ വണ്ടി വിളിക്കണോ. ഇത് ഉണ്ടാവും ഇങ്ങനെ വരും അല്ലേ. നമ്മളൊരു ഡെസ്റ്റിനേഷൻ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഇവിടെ ഉണ്ട്. പ്ലാൻ ഫ്രം ഹിയർ, പ്ലാൻ ടു ഹിയർ, പ്ലാൻ ഫ്രം ഹിയർ. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? നമുക്ക് ക്രൗണിലേക്ക് പോകാം. ക്രൗൺ ടവേഴ്സ്. ഇവിടെ നമുക്ക് വേണേൽ ചൂസ് ചെയ്യാം ഏതാ വേണ്ടത്. ഇപ്പം ഓൾറെഡി ട്രാം ഉണ്ട്. ട്രെയിൻ നോക്കി അടുത്ത സ്റ്റേഷൻ ഇവിടെ തൊട്ടപ്പുറത്ത് സ്റ്റേഷൻ ഉണ്ടല്ലോ. ട്രെയിൻ ഇല്ല അങ്ങോട്ടേക്ക്. ഇത് തൊട്ടടുത്തല്ലേ. ട്രാം മാത്രമേ ഉള്ളൂ. ബസ് വേണമെങ്കിൽ കാണുമായിരിക്കും. ബസ് ഉണ്ടോ നോക്കി. ബസ്സില്ല, നടന്നു പോകണം. ട്രാം മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക്. പിന്നെ ട്രാമിൽ കയറി പോകാം. വാ, ആ വഴി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം. 9:23 നടന്നു പോയി അതെടുത്തിട്ട് ഇവിടുന്ന് നടക്കുക. എവിടേക്ക്? സദേൺ ക്രോസ് റെയിൽവേ സ്റ്റേഷൻ. അങ്ങോട്ടേക്ക് നടന്നിട്ട് 96 ട്രാം നമുക്ക് പിടിക്കാം. എന്നിട്ട് ട്രാം ടു സെന്റ് ഗിൽഡ ബീച്ച്. 3 മിനിറ്റ് 2 സ്റ്റോപ്പ് കഴിയുമ്പോൾ രാത്രിയിൽ വല്ല ഷാർക്കും പിടിച്ചോണ്ട് പോകും ബീച്ചിനെ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. പക്ഷേ നല്ല രസമുള്ളൊരു തണുപ്പാണ്, അല്ലാതെ ഓവർ തണുപ്പൊന്നുമില്ല. ഒരു ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളൊരു തണുപ്പ് അല്ലേ.
നമ്മുടെ മറ്റേ സബ്സ്ക്രൈബേഴ്സിനറിയാം, നമ്മൾ മറ്റേ ഒത്തിരി നാൾ മുന്നേ ഇതുപോലെ നൈറ്റിൽ ചായ പിടിക്കാൻ വന്നു. ഒന്നോ തണുപ്പായിരുന്നു, ഒന്ന് വിന്ററിന്റെ ഒക്കെ ടൈമായിരുന്നു. ഇതിപ്പോ ഓട്ടമാണ്, ഓട്ടം അത്ര തണുപ്പില്ല. എന്തായാലും കൊള്ളാം. ഇതെങ്ങോട്ടാണ് ഇതേ ഒരു ട്രാം പോകുന്നത്? ഇതിനെങ്ങോട്ടാണോ? നമ്മളാണെ കുറച്ച് ഒത്തിരി ഫ്രീക്വന്റ് ആയിട്ട് ട്രാം യൂസ് ചെയ്തിട്ടില്ല. വല്ലപ്പോഴും ഒക്കെ ഉപയോഗിച്ചു. നമ്മുടെ നമുക്ക് നോക്കാം. നമുക്ക് ട്രാം അങ്ങനെ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടില്ല. നമുക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്യാം. അധികം തിരക്കില്ല കേട്ടോ സിറ്റിയുടെ ഈ ഒരു സൈഡിൽ. തിരക്കുണ്ട്. നമുക്ക് സദേൺ ക്രോസ് റെയിൽവേ സ്റ്റേഷൻ. ഈ ഭാഗത്താണല്ലോ സദേൺ ക്രോസ് റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെയാണെന്ന് ആ കാണുന്നതാണെന്ന് റെയിൽവേ സ്റ്റേഷൻ. ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് എന്തായാലും അതിൻ്റെ മുമ്പിൽ നിന്ന് പോകാം. വാ, ഇതാണല്ലേ റെയിൽവേ സ്റ്റേഷൻ? ഇതാണ് സദേൺ ക്രോസ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ട്രെയിൻ കിട്ടും. പക്ഷെ ഇപ്പം നമുക്ക് പോകുന്നിടത്തേക്ക് മെട്രോ അഥവാ ട്രെയിൻ ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ, ട്രാം കാരണം നമുക്ക് തൊട്ടടുത്താ പോകണ്ടേ. അതെ, എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. നമുക്കൊന്ന് ക്രോസ് ചെയ്യാം. വീണ്ടും മെൽബണിൻ്റെ ശബ്ദം കേൾക്കുന്നു അല്ലേ? മെൽബണിൻ്റെ ശബ്ദമാണ്. ഒന്ന് ട്രാം, രണ്ട് കിക്ക് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇവനാട്ടോ ശബ്ദം ഉണ്ടാക്കുന്നത്. നല്ല രസമുണ്ടല്ലോ ആ സ്റ്റേഷൻ്റെ ഫ്രണ്ടൊക്കെ കാണാനായിട്ട്. സദേൺ ക്രോസ്. എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. എല്ലാവരും ഇന്നിപ്പോൾ സൺഡേ ആണല്ലോ അല്ലേ? ആൾക്കാർക്ക് ജോലി എന്നുള്ള ദിവസം അല്ലല്ലോ. അങ്ങനെ ജോലിയുള്ള ദിവസങ്ങളല്ലല്ലോ. ഈ പറഞ്ഞ സ്റ്റേഷൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. എനിക്കിത് കാണാൻ ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്റ്റേഷൻ അല്ലേ? നല്ല സ്റ്റേഷനാണ്. എപ്പോഴും നമ്മൾ മറ്റേ പാർലമെന്റും പഴയ സ്റ്റേഷൻ അല്ല, അത് ഇതിലെ എപ്പോഴും പോകുന്നതല്ലേ? എപ്പോഴും ഞാൻ കാണുമ്പോൾ നല്ലൊരു സ്റ്റേഷനാണല്ലോ. വെറൈറ്റി കളറിലുള്ള ട്രെയിൻസ് ഉണ്ടോ? എനിക്കൊന്ന് ലോങ് പോകുന്ന ട്രെയിൻ അല്ലേ? ഒരു പർപ്പിൾ കളർ റെഡ് പോലത്തെ അത് തന്നെ, പർപ്പിൾ. സോറി, മറ്റേ നല്ല പുതിയൊരു സ്റ്റേഷൻ പോലത്തെ സ്റ്റേഷൻ. അതെ അതെ അതെ. അവിടെ കുറെ വെറൈറ്റി ട്രെയിൻസ് ഒക്കെ കാണാറുണ്ടോ? നമുക്ക് ക്രോസ് ചെയ്യാം. ഒഴിവായും ഇവിടെ ഒരാൾ ട്രാം എന്ന് പറഞ്ഞിട്ട് ട്രാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഇതാണോ ട്രാം സ്റ്റേഷൻ? ട്രാം സ്റ്റേഷൻ അല്ല, സ്റ്റോപ്പ് അല്ലേ? നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്യാം. 122 ഇതാണ് നമ്മുടെ സാധനം. അവിടെയാണല്ലേ? നമുക്കിവിടെ പ്രസ് ചെയ്തിട്ട് ക്രോസ് ചെയ്യാം. ഇത് ഫ്രം സിറ്റി ടു സിറ്റി. ഫ്രം സിറ്റിയിലാണോ ടു സിറ്റിയിലാണോ? സിറ്റിയിലാണ്. അപ്പോൾ ഫ്രം സിറ്റിയാണ്. നമുക്ക് ഇവിടെ മറ്റേ ഡിസ്പ്ലേ കാണുമല്ലോ. അതെ, നമുക്ക് നോക്കാമല്ലോ. എത്ര മണിക്കൊക്കെയാണ്? ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ട്രാമിൽ കയറിയാണ് നമുക്ക് പോകേണ്ടത്. സെന്റ് ഗിൽഡ ബീച്ച്. ഓക്കെ, പോയി നോക്കാം. ഫ്രം സിറ്റി നടക്കുന്നുണ്ടോ അവിടെ? ഇല്ല, നല്ല ക്ലൈമറ്റ്. അപ്പോൾ വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇല്ല, ഇപ്പം വരത്തില്ലല്ലോ. 7 മിനിറ്റ്. എത്ര മിനിറ്റാ നോക്കട്ടെ. 9:23. ഇത് 9:29. പക്ഷേ ഡിലേഡ് ആണ് കുറച്ച് നേരം. നോക്കാം. നമ്മളെ നമ്മുടെ ട്രാം വരുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ട്. 96 വരുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് നിന്നോ വരുന്നുണ്ട്. ഇത്ര നടക്കണ്ടായിരുന്നല്ലോ. വണ്ടി അവിടെ നിർത്തിയായിരുന്നല്ലോ. ഇവിടെ എല്ലാം നിർത്തും. നമ്മൾ ആദ്യം എവിടെയാണ് നിന്നത്? ഏറ്റവും ആദ്യം അവിടെ നിന്ന് ആൾക്കാരല്ല ഇവിടെ കണ്ടപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതെ, തെറ്റുള്ള ഓർത്ത് ആൾക്കാരല്ല ഇവിടെ നിൽക്കുന്നുണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അതിൻ്റെ എൻട്രൻസ് ഒക്കെ എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. നമ്മൾ ഫ്രീക്വൻറ്റ് ട്രാവലേഴ്സ് അല്ലല്ലോ. അല്ല, വരട്ടെ, വണ്ടി വരട്ടെ. എന്തായാലും ഈ ആൾക്കാരൊക്കെ നിന്നാ പോകുന്നത്. നമ്മുടെ ട്രാം എത്തിയിരിക്കണം. നമുക്ക് അകത്തേക്ക് കയറാം. അതാ ആൾക്കാരല്ല ഇവിടെ നിന്നത്. കണ്ടോ, അവിടെ നിന്നിട്ടുണ്ട് പണി കിട്ടിയാണ് നമുക്ക്. അതിനെ പണി കിട്ടുന്നുണ്ടോ? ഇവിടെ ഇങ്ങോട്ട് വരേണ്ട വന്നേനെ നമുക്ക്. ആൾക്കാർ ഇറങ്ങിയിട്ട് വേണം കയറാൻ അല്ലേ? അയ്യോ, അങ്ങനെ ഞങ്ങൾക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞാലും സീറ്റ് കിട്ടിയിരിക്കുകയാണ് അല്ലേ? 2 സ്റ്റോപ്പേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങണം. ഒരു സ്റ്റോപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം അല്ലേ? കൊള്ളാം. തിരക്കാണല്ലോ ഇതിനകത്ത്. നല്ല തിരക്കാണ്. രാത്രിയിൽ എല്ലാവരും എവിടെ പോവാണോ? എല്ലാവരും നമ്മളെപ്പോലെ കറങ്ങാൻ ഇറങ്ങിയിരിക്കുന്നതായിരിക്കും. എന്തായാലും പോയി നോക്കാം. നെക്സ്റ്റ് സ്റ്റോപ്പ് ബാറ്റ്മാൻ പാർക്ക്. അവിടെ എഴുതി വരുന്നുണ്ട്. ഓക്കെ, സ്ട്രീറ്റ്.
നെക്സ്റ്റ് സ്റ്റോപ്പ് ഏതാണ്? ബാറ്റ്മാൻ പാർക്ക്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പാണ് നമ്മുടെ സ്റ്റോപ്പ്. അത് നമ്മൾ പ്രിന്റർ സ്ട്രീറ്റിലോ കഴിഞ്ഞിട്ടുള്ളത്? അല്ല, ഓക്കെ. കസിനോ എന്തോ സംതിങ് 124A എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ്. നമ്മളെ ഫ്രീ ട്രാമ എന്ന് പറഞ്ഞിട്ട് ആപ്പിനകത്ത് ഫുൾ ഫെയർ കാണിക്കുന്നുണ്ടോ? തോന്നിയതായിരിക്കും. കള്ളവണ്ടി കയറി പിടിക്കുമോ? ആരും ചെയ്യുന്നില്ല. അടുത്ത സ്റ്റോപ്പിലാണോ നമ്മള്? അടുത്ത സ്റ്റോപ്പാണോ? അടുത്ത സ്റ്റോപ്പ്. അത് എന്തോ കസിനോ എന്തോ കാണിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ സ്റ്റോപ്പ്. നമ്മൾ കാസിനോയിലേക്കാണ് പോകുന്നത്. ആ ക്രൗണ്ട് അടുത്താ. സ്കൈവിൽ കറങ്ങാൻ തുടങ്ങിയ പിടിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സ്റ്റോപ്പെത്തി. ഇറങ്ങാമോ? ഇതാണോ നമ്മുടെ സ്റ്റോപ്പ്? പക്ഷേ എൻ്റെ പൊന്നെ, നമ്മൾ നേരെ ക്രൗണ്ട് മുമ്പിലേക്കാണ് ഇറങ്ങിയത്. ഇത് മറ്റേ സൗത്ത് ബാങ്കിൻ്റെ പാലം, ബ്രിഡ്ജ്. നമുക്ക് മറ്റേ ഇതിൽ കയറിയാലോ? സ്കൈവീലിൽ. ഇപ്പം കയറണം, പിന്നെ കയറാം. ആണോ? ആ, അപ്പോൾ നമുക്ക് ഇവിടെ പോകാം. നമ്മൾ കഴിഞ്ഞ ദിവസം സ്കൈവീലൊക്കെ കയറിയ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാണണം. ഇത് നോക്കിയാൽ എനിക്ക് ആ ബിൽഡിങ്ങിൻ്റെ കളർ ചെയ്തേക്കുന്നേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രിക്കറ്റ് പ്ലേയേഴ്സൊക്കെ ഇവിടെ മെൽബണിൽ കളി നടക്കുമ്പോൾ ഇവിടെ കേട്ടോ താമസിക്കാറ്. നല്ല രസമാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ. അല്ല, ഇവിടുന്ന് ആ ബിൽഡിങ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പർപ്പിള് മുകളിലേക്ക് മേളിലേക്ക് ഒരു വാം ലൈറ്റ് കളർ അല്ലേ? ആ കോമ്പിനേഷൻ ഇങ്ങനെ കയറി പോവാ. ഈ നമ്മുടെ യാരാറൂർ തൊട്ടപ്പുറത്ത് നമ്മുടെ സീ ലൈഫ് അണ്ടർ വാട്ടർ അക്വേറിയം കേട്ടോ. ഷാർക്കിനെയൊക്കെ കാണാൻ പറ്റും അവിടെ പോയി കഴിഞ്ഞാൽ. ഇവിടെ ഉള്ളവർക്ക് അറിയാലോ. അങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു പാലമാണല്ലേ റോളെ. ഈ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ക്രൗണിൻ്റെ ഒരു ബോർഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു 5 സ്റ്റാർ ഹോട്ടൽ, പിന്നെ കാസിനോ, ഷോപ്പിങ്, അങ്ങനെ എല്ലാ സംഭവവും ഉണ്ട് അവിടെ. നമുക്കെന്തായാലും അങ്ങോട്ട് ചുമ്മാ ഒന്ന് പോയി നോക്കാം. വാ, നടക്കണം സാർ. ആലോചിച്ച് എനിക്ക് നടക്കണം. അടുത്ത വണ്ടിക്ക് നമുക്ക് പോകണ്ടോ തിരിച്ച്? നമുക്ക് എങ്ങോട്ടാ പിടിക്കേണ്ടത്? റൈറ്റ് പിടിക്കണോ ലെഫ്റ്റ് പിടിക്കണോ? നമുക്ക് ലെഫ്റ്റാ. റൈറ്റ് പോയി നോക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ലെഫ്റ്റ് ക്രൗണ്ടിലേക്ക് നേരെ പോയ പോരെ? സ്കൈവീൽ കറങ്ങുന്നൊന്നും കണ്ടിട്ട് വരട്ടെ. സ്കൈവീൽ കറങ്ങുന്നൊന്നും കണ്ടിട്ട് വന്നാലോ? സ്കൈവീൽ കറങ്ങുന്നു? അത് കഴിഞ്ഞിടയ്ക്ക് നമുക്ക് കണ്ടല്ലോ. സെയിം സാധനമാണ്. അതല്ല, അതുകൊണ്ടാണ് നമുക്ക്. ആണോ? എന്നാൽ പിന്നെ സ്കൈവീൽ കറങ്ങുന്നത്. അല്ല, നമുക്ക് നേരെ ക്രൗണ്ടിലേക്ക് ഇറങ്ങി എന്നിട്ട് ഇറങ്ങി വരുമ്പോൾ സ്കൈവീൽ ആണ്. അപ്പം നമ്മൾ പോകാൻ വന്ന സ്ഥലം ക്രൗൺ പ്ലാസ കാസിനോ ഒക്കെയുള്ള സ്ഥലം അതിവിടെയാണ്. നമുക്കെന്തായാലും അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ക്രോസ് ചെയ്തിട്ട് പോകാം. ഇവിടെ ഒരാൾ പറഞ്ഞതനുസരിച്ചിട്ട് നമുക്ക് നേരെ പോയി കയറിയാലോ. ബാ, വണ്ടിയില്ല. അങ്ങനെ ട്രാം പിടിക്കാവോ നമ്മൾ? ഓക്കെ, വാ. ഇവിടെ വണ്ടി ഉണ്ടോ? ഇല്ല. ഓടിക്കോ. നേരെ സ്കൈവിൽ കറങ്ങുന്നു. ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ, കാണാൻ നല്ല ഭംഗിയാണ്. ഇവന്മാർ പക്ഷെ ഭയങ്കര ശല്യമാണല്ലോ. ഈ ഊബറുകാരന്മാരല്ല ഈ ഫുട്പാത്തൊക്കെ കയറി വണ്ടി പിടിക്കണല്ലോ. നമ്മൾ വൈകിട്ട് കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിയപ്പോഴും കുറെ പേര് ഇതിനകത്ത് ഇടിച്ചാണല്ലോ. അതൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഇത് കൊള്ളാലോ. കണ്ടില്ലേ, ഞങ്ങളൊന്ന് കറങ്ങുകയാണ്. ലൊക്കേഷൻ മാറിപ്പോയി കാണുമായിരിക്കും. എനിക്ക് ആ സ്ഥലം ഉണ്ടല്ലോ, ഈ വെള്ളത്തിനകത്ത് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ വരുന്നത് നല്ല രസമില്ലേ? നോക്കി, അതിനകത്ത് നമുക്ക് കയറാം. ഇതാദ്യം നോക്കി, ഇത് കണ്ടോ? നല്ല വെള്ളം കണ്ടോ കിടക്കുന്ന ഇങ്ങനെ? നല്ല തെളിഞ്ഞ വെള്ളം അല്ല, നല്ല റിഫ്ലക്ഷൻ ഉള്ള വെള്ളം അല്ലേ? ആ സൈഡിൽ കാണുന്ന ഡോക്ക് ലാൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും, പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവർക്ക് കാണുന്നവർക്ക് ഡോക്ക് ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജാണോ? അതല്ല, ആ ഡോക്ക് ലാൻഡ്സിലെ നമ്മുടെ ആ ക്രിസ്മസിന്റെ ഒക്കെ ബ്രിഡ്ജില്ലേ, ആ ബ്രിഡ്ജല്ല, വേറൊരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, വെബ് ബ്രിഡ്ജ് അല്ലേ? നമുക്ക് ഇതിന്റെ വേറൊരു വീഡിയോ പകലെയാണ്. ഈ ഒരു സ്ഥലത്തിന്റെ പകലത്തെ ഒരു വീഡിയോ നമുക്ക് ഇടയ്ക്ക് ചെയ്യണം കേട്ടോ. കാരണം അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാനായിട്ട്. ഒരു വ്ളോഗൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെന്താണ് നോക്കി, ഇത് നല്ല രസമായിട്ടുണ്ടല്ലോ. ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നു. വാവ്, വാ, നമുക്ക് ഇതിനകത്ത് കയറും. കം ഇൻ, റിലാക്സ് ആൻഡ് എൻജോയ്. ഓക്കെ, ഡിലീഷ്യസ് വൈൻ ആൻഡ് ബിയർ. അങ്ങോട്ടേക്കാണോ? വൈനിലേക്കും ബിയറിലേക്കുമാണ് ഇത്ര ആഘോഷമായ എൻട്രൻസ്. ഫുൾ കളർഫുൾ ആണ്, പള്ളിപ്പെരുന്നാൾ പോലെ അടിപൊളിയാണ്. പക്ഷേ ഇതിനകത്ത് ലൈറ്റ് കണ്ടില്ലേ, അടിപൊളിയാണ്. ചുമ്മാ ചില്ലറക്കാരൻ ലൈറ്റ് അല്ല, അതിന് ഏത് രീതിയിലും കളർ മാറി മാറി കത്തുന്നുണ്ടോ? അല്ലേ, കൊള്ളാം. നമ്മളതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, കൊള്ളാലോ. നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് സെൽഫി എടുക്കുന്നുണ്ടപ്പോഴേക്കും ഒരു പുള്ളിക്കാരി വന്ന് സെൽഫി എടുത്തു. അങ്ങനെ ആ സ്കൈവീലിൻ്റെ തൊട്ട് താഴെ മെൽബൺ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്.
അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ഐസ്ക്രീം ഷോപ്പൊക്കെ ഉണ്ട്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. വൈകുന്നേരം കുറച്ച് ലേറ്റൊക്കെ ആയതുകൊണ്ട് എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പക്ഷേ നല്ല പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ഐസ്ക്രീമൊക്കെ പറഞ്ഞിട്ട് എന്തായാലും കുറച്ച് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് വിട്ടിരിക്കാം, എന്നിട്ട് ബാക്കി ഇറങ്ങാൻ നോക്കാൻ കഴിയുന്നു. നമുക്കിപ്പോൾ ഈ യാര റിവറിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഇരിക്കാനാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് ആ വ്യൂ ഒക്കെ കണ്ട് നല്ല സൂപ്പറായിട്ടിരിക്കാം. അധികം തിരക്കൊന്നുമില്ല കേട്ടോ. നല്ല നല്ല ശാന്തമായിട്ട് നമുക്ക് വൈകുന്നേരം വന്ന് ചുമ്മാ ഇരിക്കാൻ പറ്റിയ സിറ്റിയിലെ നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ അത്. അതുകൂടാതെ ഇവിടെ സ്കൈ വീൽ കയറുന്നോട്ടൊക്കെ ആണെങ്കിൽ അതിൽ കയറാം. അല്ലാത്തവർക്ക് നമ്മൾ ഈ സ്കൈ വീലിൻ്റെ ഒക്കെ നല്ലൊരു വ്യൂ കണ്ടത് ഇവിടെ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കാം. കസിനോയിലേക്കൊക്കെ കയറുന്നതിന് മുമ്പ് ഐസ്ക്രീം കഴിച്ച് തീർത്തിട്ട് കയറാൻ മോശമല്ലേ? ആ ക്രൗണിൻ്റെ ബോർഡ് കണ്ടോ? നല്ല രസമുണ്ട് മോളെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്രൗണിൻ്റെ കത്ത് നിൽക്കുക. ഞങ്ങൾ ഒത്തിരി നാൾ കൂടി കേട്ടോ ഇതുപോലെ വൈകുന്നേരമൊക്കെ സിറ്റിയിലേക്കൊക്കെ ഇറങ്ങുന്നത്. കുഞ്ഞിനോട് നമ്മൾ പകൽ വന്നിട്ട് സാറിന് പോരുമല്ലേ ചെയ്യാറ്. ഈ സ്കൈ വീലൊക്കെ സ്റ്റാർട്ടായത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇവിടെ ഇത്രയും വലിയ സ്ഥലത്തൂടെ നമ്മൾ ക്രോസ് ചെയ്യുന്നല്ലേ? കൊള്ളാം. ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ ഇവിടെ ഇതിൽ നടക്കത്തില്ലായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. എന്തായാലും നമുക്ക് ക്രോസ് ചെയ്ത് ക്രൗണിലേക്ക് പോകാം. വാ, എവിടെ ചെന്നാലും ഭംഗിയാണല്ലോ. ഇത് ക്രൗണിനകത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഭംഗി കണ്ടപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങോട്ട് കയറി പോകും. കുഴപ്പമില്ല, നമുക്ക് പിന്നെ ഒന്നാണ് നമുക്ക് ക്രൗണിലേക്ക് കയറാം. വാ, ഇതും ക്രൗണിൻ്റെ ഭാഗമായ സ്ഥലങ്ങളൊക്കെയാണ്, പക്ഷേ അകത്തേക്ക് കയറി നോക്കാം എന്താ ഉള്ളതല്ലേ. വാ, ഇതുവഴിയായിരുന്നു അതിൻ്റെ എൻട്രൻസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കയറിയപ്പോൾ അറിയത്തില്ല, പോയി നോക്കാം. അല്ല, നമ്മൾ ബാക്കിൽ കൂടെ അപ്പുറത്തെ വഴി കിടങ്ങുന്നുണ്ട്. ആണോ? ആ, ബാക്കിൽ കൂടെ കയറി. ഓക്കെ, അതാണോ ക്രൗണിൻ്റെ പബ്ബ്? എന്നാൽ ക്രൗണിൻ്റെ പബ്ബിൽ പോയി ചുമ്മാ കയറി നോക്കിയാൽ എങ്ങനെയുള്ളത് വേണ്ടല്ലേ? നോക്കാം. വാ, അങ്ങനെ ഞങ്ങൾ എന്തായാലും അകത്തേക്ക് കയറി. ഇവിടെ ഈ ക്രൗണിന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഈ കാണുന്നത് കാസിനോയിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ. അങ്ങനെ കസിനോയിൽ എന്തായാലും അതിൻ്റേതായ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ വെറുതെ ഇതൊക്കെ കണ്ടിട്ട് എന്തായാലും നേരെ മുന്നോട്ട് പോയി നോക്കാം, അവിടെ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഞങ്ങൾ അവിടെ കണ്ടൊരു എസ്കലേറ്ററിൽ കയറി നേരെ മേളിലേക്ക് പോയി. മേളിൽ എന്താണോ ഉള്ളതെന്ന് അറിയണമല്ലോ. അങ്ങനെ ഞങ്ങൾ എസ്കലേറ്റർ കയറി മേളിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അവിടെ ഒരു നൈറ്റ് ക്ലബ്ബ് ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഈ ക്രൗണിൻ്റെ തന്നെ നൈറ്റ് ക്ലബ്ബാണ് കേട്ടോ. അതിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ കാണാൻ അടിപൊളി. ഞങ്ങളെന്തായാലും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് എന്തായാലും ഇത്ര ലേറ്റായി. ഇപ്പം കുഞ്ഞും മമ്മിയോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് പയ്യെ തിരിച്ചേക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ എന്തായാലും ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയത് ഇന്നിപ്പോൾ പിറ്റേ ദിവസം നേരം വെളുപ്പിനെയാണ്. ഇപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സർട്ടിഫിക്കേഷൻ എക്സാം ഉണ്ട്. അപ്പം അതുകൂടെ അങ്ങ് അറ്റൻഡ് ചെയ്താൽ നമ്മുടെ ഇന്നത്തെ പരിപാടി ലോക്ക് ചെയ്യും. അങ്ങനെ എന്നെ എക്സാമിന് കയറ്റി വിടാനായി ഒരാൾ വന്നിരിക്കുകയാണ്. ചുമ്മാ ഒരു മൈക്രോസോഫ്റ്റിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കാം കേട്ടോ. ഇപ്രാവശ്യം ഓൺലൈനല്ല, എന്നാലും സെൻറ്ററിലൊക്കെ പോയി ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം, എന്തായിരിക്കും എക്സ്പീരിയൻസ് എന്ന് അറിയാമല്ലോ. ചുമ്മാ അവിടെ ചെല്ലുന്നതിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. എൻ്റെ വണ്ടി വന്നു പോകും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് എൻ്റെ ഊബർ വന്ന് ഞാനത് കയറി പയ്യെ രാവിലത്തെ സിറ്റിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ എക്സാം സെൻറ്ററിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ അധികം ദൂരമൊന്നുമില്ല, ഇവിടെ നിന്ന് 10-15 മിനിറ്റ് മറ്റോ ഉള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ എക്സാം സെൻറ്റർ. എന്തായാലും നമ്മളിവിടെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയി എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ എക്സാം കഴിഞ്ഞു കേട്ടോ. എന്തായാലും എക്സാം പാസ്സായി. നമ്മുടെ റിസൾട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചെത്തി റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പുറത്തിറങ്ങി കേട്ടോ. നേരെ മുമ്പിൽ ഒരു ഷോപ്പിംഗ് സെൻറ്റർ, നല്ലൊരു കഫേയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അങ്ങനെ ഈ ബ്രേക്ക്ഫാസ്റ്റും അത് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോടെ നമ്മുടെ ഇന്നത്തെ സിറ്റിയിലെ കറക്കം അവസാനിച്ചിരിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ഈ പാർട്ട് 1 വീഡിയോയും പാർട്ട് 2 വീഡിയോയും ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റു ചില അടിപൊളി വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.